പ്രായത്തിലാണ് ഞാൻ ആദ്യമായിട്ട് പെന്തക്കോസ്തിലേക്ക് വരുന്നത്. ഈ പ്രായം. മോന് തിയോളജി വല്ലതും അറിയാമോ? ഇല്ല. ക്രിസ്റ്റോളജി, ആന്ത്രപ്പോളജി, ഓരോളജി അറിയത്തില്ല. ഈ പ്രായത്തിലാണ് ഞാൻ പെന്തക്കോസ്തിലോട്ട് വന്നത്. ദൈവദാസന്മാർ പറഞ്ഞ് ഈറ്റോളജി അറിയാമെന്ന്. അപ്പോൾ എൻ്റെ അമ്മയുടെ കൂടെ ആദ്യമായിട്ട് ഞാൻ പെന്തക്കോസ്തിലേക്ക് ആ ആരാധനയ്ക്ക് വരുമ്പോൾ അവിടുത്തെ ഉപദേശി, ഇന്ന് അമേരിക്കയിലുള്ള ജോൺസൺ സക്കറിയ പാസ്റ്ററിൻ്റെ കയ്യിൽ തമ്പിയുടെ ഹൃദയം എന്നൊരു ചെറിയ ബുക്കിലെറ്റും ഗിഡിയോൺസിൻ്റെ ഒരു ബൈബിളും തന്നു, ചുമന്ന ബൈൻഡുള്ള ബൈബിളും. അത് ഞാൻ നിധി പോലെ സൂക്ഷിച്ചു. വർഷങ്ങൾ പോയിരുന്നു മോനെ. ആദ്യം കിട്ടിയ സമ്മാനമാണ് പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിൽ. അതിൽ ഈ തമ്പിയുടെ ഹൃദയം എന്ന് പറയുന്ന ഒരു ബുക്കിലെട്ടുണ്ട്. അതിപ്പോൾ എനിക്കൊന്ന് നെറ്റിൽ കാണും, ഇൻ്റർനെറ്റിലുണ്ട്. സണ്ണിയുടെ ഹൃദയം ഒന്നാക്കി പോട്ടെ, അതെന്തെങ്കിലും ആവട്ടെ. അത് മക്കളൊക്കെ ഒന്ന് വായിക്കണം കേട്ടോ. എല്ലാവരും എടുത്തൊന്ന് വായിക്കണം. മുതിർന്നവർക്കും വായിക്കാം, അതാവശ്യമായ കാര്യം. തമ്പിയുടെ ഹൃദയം അല്ലെ സണ്ണിയുടെ ഹൃദയം എന്തെങ്കിലും ആവട്ടെ. അത് ഭയങ്കര ഒരു ചരിത്രമാണ് കേട്ടോ. അതിനകത്ത് ഈ തമ്പി യേശുവിനെ അറിയുന്നതിന് മുമ്പ് ഈ ഹൃദയത്തിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിനെയെല്ലാം വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ട് ഓരോ പാപത്തിനും ഓരോ മൃഗത്തിൻ്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി മൃഗങ്ങൾ ഇങ്ങനെ ഹൃദയത്തിലുണ്ട്. അശുദ്ധി, അങ്ങനെ ഇങ്ങനെ ഇതെല്ലാം പറയാനിപ്പം സമയമില്ലാത്തതുകൊണ്ടാണ്. യേശു ക്രിസ്തുവിൽ കൂടിയുള്ള ആ സന്തോഷം അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ ആ വെളിച്ചം അടിച്ചു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം പുറത്തിറങ്ങി നിൽക്കുക. എന്നിട്ട് ആ ബുക്കിലെറ്റിലുണ്ട് കേട്ടോ, ഈ ഹൃദയത്തിൻ്റെ മക്കളെ ഞാൻ പ്രസംഗിക്കുക, നിങ്ങൾ കിടന്ന് പ്രസംഗിക്കരുത് കേട്ടോ. ഇങ്ങോട്ട് നോക്കിയേ കേട്ടോ, ഓക്കെ. അപ്പം ഈ ഇറങ്ങിപ്പോയതെല്ലാം കൂടി ഈ ഹൃദയത്തിൻ്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ തമ്പി അല്പം വഴി തെറ്റാനിടയായി. തെറ്റി ഉടനെ ഇതെല്ലാം കൂടെ അകത്തോട്ട് അങ്ങ് കയറി. ആ ബുക്കിലെറ്റ് ഒരു വലിയ ബുക്കിലെറ്റ്, എന്നെ ഒത്തിരി രൂപാന്തരപ്പെടുത്തിയ പഠിപ്പിച്ചൊരു ബുക്കിലെറ്റ്. അത്